തേൻ നമ്മളെടുത്തു. അപ്പോൾ തേനീച്ചയ്ക്ക് റേഷൻ കൊടുക്കണം, ഇനി ജീവിക്കണം. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിന് ജീവിക്കാൻ പഞ്ചസാര അതിന് ആവശ്യം, തേന ആവശ്യം. പക്ഷേ തേൻ മുഴുവൻ നമ്മൾ അടിച്ചു മാറ്റി. അപ്പം പകരം നമ്മൾ എന്തെങ്കിലും കൊടുത്തേ ഒക്കൂ. പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, തേനീച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പഞ്ചസാര ലൈനി അത്ര നല്ലതൊന്നും അല്ലെങ്കിലും ഇത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന് മെഴുക് ഉൽപ്പാദിപ്പിക്കണം. മെഴുക് ഉൽപ്പാദിപ്പിച്ചാൽ ഈ അട പുതുക്കുള്ളൂ. അട പുതുക്കണമെങ്കിൽ 1 കിലോ മെഴുക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 15 കിലോ തേൻ ഇത് കഴിക്കണം. തേനിന് യാതൊരു ഡാമേജും ഉണ്ടാകുന്നില്ല ഇങ്ങനെയുള്ള പ്രോസസ്സിങ്ങിലൂടെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് തേൻ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എൻസൈമുകളാണ് ഇതിന് മെഡിസിനൽ എഫക്റ്റ് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് കിട്ടാവുന്നതൊക്കെ മറ്റു ഭക്ഷണത്തിൽ നിന്നൊക്കെ കിട്ടും, മധുരമൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കുറേ എൻസൈമുകളുണ്ട്. ഇതിനെ വാല്യൂ കൊടുക്കുന്ന, തേനിന് ഇത്രയും വാല്യൂ കൊടുക്കുന്ന, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് ആഡ് ചെയ്യപ്പെട്ട കുറേ അധികം എൻസൈമുകളും കുറേ അധികം ആസിഡുകളും ഒക്കെ, അത് വളരെ ഓർഗാനിക് ഫോമിലുള്ള സാധനമാണ്. ഇത് കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനെ ക്രമീകരിച്ച കൺട്രോൾഡ് ഹീറ്റിൽ വളരെ ക്രമീകരിച്ച് വളരെ പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അതിനെ വളരെ സോഫ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുക. ഒരു കുഞ്ഞു കുട്ടിയെ, 1 മാസം പ്രായമായ കുട്ടിയെ പരിചരിക്കുന്ന പോലെ ഈ തേനിനെ പരിചരിച്ച് നമ്മൾ ഏറ്റവും നല്ല പ്രോസസ്സിങ്ങിലൂടെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണിത്. തേനിവിടെ കസ്റ്റമേഴ്സ് കൊണ്ടുവന്നാട് നമ്മൾ മോയ്സ്ചർ നോക്കി, പിന്നെ അസിഡിറ്റി, സൂക്രോസ്, പിന്നെ TRS, FG റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി, HMF. ISI ടൈപ്പ് പെട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൂഡ് ചേമ്പറിൽ 8 ഫ്രെയിമും ഹണി ചേമ്പറിൽ 6 ഫ്രെയിമും. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ISI ടൈപ്പ് ഇതല്ലയോ? ഇതാണ് ISI ടൈപ്പ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ.
ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ണൂർ. നീ ഇപ്പോൾ കണ്ണൂരിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഫസ്റ്റ് മലബാർ ഹണി.